കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ വരവ് ചെലവ് കണക്കുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അല്ല, ഇത് ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനം നടന്നത്. അതായത് ഈ ഒരു പൈസ പോലും അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ എടുക്കാൻ പാടില്ല എന്നായിരുന്നു കോടതി നിർദ്ദേശം. അത് ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തു. മാത്രമല്ല, സ്പോൺസർമാർ പലരും ഈ സംഗമം പൊളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് പിന്മാറി. ഇപ്പോൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, പിന്നെ എന്തടിസ്ഥാനത്തിലാണിത് കംപ്ലീറ്റ് സ്പോൺസർമാരാണെന്ന് കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ കാരണം എന്താ? അപ്പോൾ കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിന് അവരെ ലംഘിച്ചു. അപ്പോൾ അതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ട്, പ്രശാന്തിൻ്റെ ഭരണസമിതിക്ക് പങ്കുണ്ട്, മന്ത്രി വാസവന് പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, കടകംപള്ളി മാത്രമല്ല സ്വർണ്ണക്കൊള്ളയിൽ വാസവനും പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ വാസവന് ഇതിൽ മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് അയ്യപ്പ സംഗമം നടത്തി അതിൻ്റെ ഫണ്ട് വെട്ടിച്ചതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം രാജി കൊടുക്കണം. കാരണം കോടതി വിധി അദ്ദേഹത്തിനെതിരാണ്. ഈ തുടക്കം മുതൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ്. അതായത് ഊരാളുങ്കലിൻ്റെ സഹോദര സ്ഥാപനത്തിന് ടെൻഡർ പോലും വിളിക്കാതെയാണ് കൊടുത്തു എന്നതാണ് റിപ്പോർട്ടിൽ. ഞാൻ പറയാം, ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ ക്രമക്കേടുകളും അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അപ്പം അയ്യപ്പൻ്റെ സ്വർണം കട്ടത് മാത്രമല്ല, അയ്യപ്പൻ്റെ പേരിൽ സംഗമം നടത്തി അതിലും കട്ടു, ദേവസ്വം ബോർഡിൻ്റെ കാശും കട്ടു. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം, ഗോപുരനടയിൽ നിന്ന് മാത്രമല്ല, ഖജനാവിൽ നിന്നും, അയ്യപ്പൻ്റെ ഖജനാവിൽ നിന്ന് പോലും പണം കിട്ടും. അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള അഴിമതിയാണ്, കോട്ടലക്ഷ്യമാണ്. ഈ കഴിഞ്ഞ ഭരണസമിതിയാണല്ലോ പ്രധാനമായിട്ട് ഇത് നടത്തിയതൊക്കെ. അപ്പോൾ അവർ വലിയ ഉത്തരവാദിത്തമല്ലേ? പ്രശാന്തിൻ്റെ ഭരണസമിതിക്കാണ് ഉത്തരവാദിത്തം. പുതിയ ഭരണസമിതി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പ്രശാന്തിൻ്റെ ഭരണസമിതിക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അയ്യപ്പ സേവാ സംഘം നടത്തിയ, അയ്യപ്പ സംഗമം നടത്തിയ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രശാന്തിനാണ്. കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണം റേസ് ചെയ്തതും പ്രശാന്താണ്. ആ ഭരണസമിതിയിലെ 3 അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഏകദേശം 3,40,00,000 രൂപയോളമാണ് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആ പണം ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. ഈ 3 ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും മന്ത്രിയുടെയും കയ്യിൽ നിന്ന് ഈ തുക ഈടാക്കണം. മന്ത്രി രാജിവെക്കുകയും വേണം. തുടക്കം മുതൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. ഈ നഷ്ടം ഉൾപ്പെടെ ഈ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കണം, ഇതിന് ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കണം എന്നതാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത്.